ആളെ കണ്ടോ? എടാ ഒന്ന് നോക്കടാ, നോക്കട്ടെ തന്നെ. ഞാൻ വേസ്റ്റ് കളഞ്ഞിട്ട് വരും കേട്ടോ. തണുപ്പായതുകൊണ്ടേ നമുക്കൊന്ന് ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യാം. ഇന്നിപ്പോൾ ഇവിടെ കരോളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ പിന്നെ ഇവിടെ കുറച്ച് നിയന്ത്രണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈയിടെയായിട്ട്. അതുകൊണ്ട് കരോൾ പരിപാടിയൊന്നുമില്ല. കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര നിരാശയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന പുൽക്കൂട് കാണിക്കാം. പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഒക്കെ ഇവിടെ താമസിക്കുന്ന എല്ലാവരോടൊക്കെ ചേർന്ന് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിക്കാം കേട്ടോ. ഓണാക്കല്ലേ, സൗണ്ട് കേൾക്കും. ഇതാട്ടോ ക്രിസ്മസ് ട്രീ ഒക്കെ ചെയ്തു വെച്ചേക്കുന്നത്. പുൽക്കൂടും ഒക്കെ ഇട്ടിട്ടുണ്ട്. വണ്ടിയുടെ ചാർജ് തീർന്നിട്ട് തള്ളുന്ന ആളെ കണ്ടോ. പുറത്ത് നല്ല തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് കയറിപ്പോയിരുന്നു. ചായയൊക്കെ ഇടാം. ഏട്ടനും വന്നു. അപ്പോൾ ചായ ഇട്ട് ഏട്ടനോട് കൊടുത്തിട്ട്, അപ്പോൾ നമ്മൾ ഇന്ന് കരോള് വരുമെന്ന് പറഞ്ഞില്ലയോ, അപ്പോൾ അതിനായിട്ട് വാങ്ങിയ കേക്കാണ് കേട്ടോ. ഇത് മക്കളൊന്നും കാണാതെ ഞാൻ ഒളിച്ചു വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതങ്ങ് ചായയൊക്കെ എടുത്തു. ഇനിയിപ്പോൾ ഒരു ചിക്കൻ കറി അങ്ങ് ആക്കാമെന്ന് കരുതി. അതിനായിട്ട് കുറച്ച് ഉള്ളിയൊക്കെ തൊലിച്ച് വെച്ചു, ചിക്കൻ കഴുകി വെച്ചു. എളുപ്പത്തിനാണ് കേട്ടോ ഇന്നത്തെ. ആദ്യം കുറേ എണ്ണയൊക്കെ ഒഴിച്ചു അതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന പൊടി ഐറ്റങ്ങളെല്ലാം ഇട്ടൊന്ന് ചൂടാക്കുകയാണ്. ഉള്ളി വഴറ്റണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. നമ്മളിന്ന് നിയമങ്ങളൊന്നും പാലിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നു. അപ്പോഴത്തേക്ക് നമ്മൾ കഴുകി വെച്ചേക്കുന്ന ചിക്കൻ അങ്ങ് ഇടുവാണ് കേട്ടോ. ചിക്കനും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ ചിക്കൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോകാനായിട്ട്. എൻ്റെ നാരങ്ങയില്ല, തീർന്നു പോയി. അപ്പോൾ അതുകൊണ്ടാണ് വിനാഗിരി ഒഴിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയും കൂടെ അങ്ങ് വിതറുകയാണ്. ഉള്ളിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങ് അടച്ചു വയ്ക്കാം. ചെറിയ തീയിൽ വെച്ചിരുന്നാൽ മതി. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ എടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇടുകയാണ് കേട്ടോ. അതും ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചു. പിന്നെ ഞാൻ ചെറിയ 2 തക്കാളി എടുത്ത് പേസ്റ്റ് ആക്കിയായിരുന്നേ, അതോടെ അങ്ങ് ഒഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഗരം മസാല, അത് ഞാൻ മിക്സി ഒന്ന് കഴുകിയെടുത്തതാണ്, അതുകൊണ്ടാണ് ഈ ഗ്ലാസ്സിനകത്ത്. അപ്പോഴത്തേക്കും നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ട്. ലാസ്റ്റ് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കേട്ടോ. പൊറോട്ട കുറച്ച് പുറത്തുനിന്ന് മേടിച്ചു. അപ്പോൾ അവർ പറഞ്ഞേ പൊറോട്ട മാത്രമായിട്ട് തരത്തില്ല, കുറച്ച് ചിക്കൻ ഫ്രൈയും കൂടെ മേടിക്കാം. അങ്ങനെ അതും വാങ്ങി. ഇന്നത്തേക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാമെന്ന് വിചാരിക്കുന്നു. അതുവരേക്കും ബൈ, ഹാപ്പി ക്രിസ്മസ്.